പുതിയ GST നയം നിലവിൽ വരുന്നതോടെ നിത്യോപയോഗ വസ്തുക്കളുടെ വില കുറയും. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? അതേസമയം സിഗരറ്റ്, പുകയില ഉൾപ്പെടെയുള്ള വസ്തുക്കളുടെ വില കൂടും. പക്ഷേ പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലിക്ക് മാത്രമല്ല, പാൻ മസാല, ഗുഡ്ക, മറ്റ് പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കെല്ലാം ഇനി മുതൽ വലിയ വില കൊടുക്കേണ്ടി വരും. ഈ ഉൽപ്പന്നങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന 28% GST ആണ് ഇപ്പോൾ 40% വർദ്ധിപ്പിച്ചിരിക്കുന്നത്. കഫീൻ അടങ്ങിയ പാനീയങ്ങൾ, പഴച്ചാറുകൾ അടങ്ങിയ കാർബണേറ്റഡ് പാനീയങ്ങൾ എന്നിവയ്ക്കും വില കൂടും. ആരോഗ്യത്തിനോ സമൂഹത്തിനോ ദോഷകരമായ ഉൽപ്പന്നങ്ങൾ എന്ന നിലയിൽ പാപവസ്തുക്കൾ എന്ന ഒറ്റ പട്ടികയിലാണ് ഇവ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ എല്ലാം നികുതി വർദ്ധിപ്പിക്കുന്നതോടെ ഉപയോഗം കുറയുമെന്നും അതുവഴി പൊതുജനാരോഗ്യം സംരക്ഷിക്കാൻ കഴിയുമെന്നുമാണ് സർക്കാർ കരുതുന്നത്. എന്നാൽ ഉയർന്ന നികുതി ചുമത്തുന്നതോടെ എത്ര പേർ പുകവലി ഉപേക്ഷിക്കും എന്ന ചോദ്യമാണ് ബാക്കി. ഇപ്പൊ തന്നെ ജനങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്നില്ല. പിന്നെ 500 ശമ്പളം കിട്ടുന്നവന് ഒരു വായിട്ട് സിഗരറ്റ് ലൈറ്റ്സ് മേടിച്ച 170, അത് 200 ആയ ഒരുത്തിന് പിന്നെ എന്നാ കൊണ്ടുപോകാൻ? വലിക്കുന്നവൻ വലിച്ചേ പറ്റൂ, അവൻ വലിക്കും, അവൻ ആവശ്യക്കാരനാണ്, അതവർക്കറിയാം. GST കൂട്ടിയാലും കുറച്ചാലും പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ജീവിതത്തിൽ സന്തോഷം ആഗ്രഹിക്കുന്നവർ ആ വലിയ വില ഒഴിവാക്കട്ടെ, സാമ്പത്തിക നഷ്ടം ഇല്ലാതാകട്ടെ.